അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പുതിയ സംഘം ഇന്ന് കണ്ണൂരിലെത്തും. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടി ഉള്ള അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്നലെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തന്റെ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നു. അന്വേഷണ സംഘത്തെ മാറ്റി. ഈ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ കുടുംബം ഈ പുതിയ അന്വേഷണ സംഘത്തിൽ തൃപ്തരാണോ? അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണ്? ഈ റാമിന് ജാമ്യം കിട്ടുന്ന അടക്കമുള്ള വീഴ്ചകൾ പഴയ സംഘത്തിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള ആരോപണമുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഒരിക്കൽ റാമിനെ അറസ്റ്റ് ചെയ്യുന്നു, പക്ഷേ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റിനെ തുടർന്ന് കോടതി ഇയാളെ വെറുതെ വിടുന്ന സാഹചര്യം. അതായത് 100 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയെ സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പ്രതിയെ പിടികൂടി. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിക്കുന്നു. ഇതേ തുടർന്ന് ഇയാളെ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന് മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം മേൽനോട്ടം വഹിക്കുന്ന പുതിയ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ, തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ സംഘം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി റാമിന് നോട്ടീസ് അയക്കും. ഇതിനെ തുടർന്ന് പിന്നീട് റാം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. വീണ്ടും ഇതേ കോടതിയിൽ തന്നെ റാമിനെ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഏതായാലും റാമിന് ഇനി എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു നടപടികൾ, അതാണ് ക്രൈംബ്രാഞ്ച് സംഘം ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നിലവിലുണ്ടായിരുന്ന ഈ മുഴുവൻ ആളുകളെയും, ആ സംഘത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിലുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് വലിയ അതൃപ്തി ഉണ്ടായൊരു സംഭവമാണ്. ഇതിൽ DGPയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ്, അനുമതി കോടതി നൽകിയേക്കാം. എന്തായാലും വളരെ പ്രമാദമായ ഒരു കേസിലാണ്. പോലീസിന്റെ തുടക്കം മുതലേ തന്നെ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന, അല്ലെങ്കിൽ ഈ ഒന്നാം പ്രതിയായ റാമിനെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നത് ആക്ഷേപം വരുന്ന ഒരു കേസിലാണ്. കഴിഞ്ഞ ദിവസം കുടകിൽ നിന്നുമാണ് ഈ ഒരു റാം പിടിയിലാകുന്നത്. ആ ഒരു പ്രതിയെ കോടതിയിൽ എത്തിക്കുന്നതിൽ വലിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള, സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരു അറസ്റ്റ്, അങ്ങനെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ നാളെയോടുകൂടി റാം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായേക്കാം. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് റാമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു നിതിൻ രാജ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോലീസ് നീക്കിയിരുന്നു. 4 പേർ, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 4 പേർ മാത്രമാണ് ഇതുവരെ ഈ കേസിൽ അറസ്റ്റായത്. നേരത്തെ മറ്റൊരു പ്രതിയായ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് വിട്ടേക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ റാമിന്റെ അറസ്റ്റ് ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം തുടക്കം മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇയാൾ പലയിടത്തും ഒളിവിലായിരുന്നു, അതുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെയായിരുന്നു കാര്യങ്ങളുണ്ടായത്. ഏറ്റവും ഒടുവിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന്റെ ഗൗരവം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ വീഴ്ചയുണ്ടായി. അതേ തുടർന്നാണ് വിട്ടേക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ റാമിനെ മാത്രമല്ല, ഈ കേസിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ ഏറ്റവും അവസാനമായി നിതിൻ രാജുമായി ഇത്തരത്തിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിതിൻ രാജിനെ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കിയ ആ ഒരു സംഭവം, അതിൽ ഇടപെട്ട അല്ലെങ്കിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെയും നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പുതിയ സംഘം നടത്തുന്നത്. ബൈജുവാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അതേസമയം കേസിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.